CCTV രംഗത്ത് ഈ ഒരു BNC കണക്ടർ അതുപോലെ തന്നെ DC കണക്ടർ ഫിക്സ് ചെയ്യുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതിനകത്ത് BNC കണക്ടർ നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ 3+1 കേബിൾ, അതായത് കോയാക്സിൽ കേബിൾ 3+1 കേബിൾ നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു കേബിൾ, അതായത് നമുക്ക് ഒരു 2 കേബിളിൻ്റെ ആവശ്യമുള്ള ഒരു കേബിൾ നമ്മളിതുപോലെ അതിൻ്റെ അരികത്തായിട്ട് തന്നെ ചുരുട്ടി വയ്ക്കും. അടുത്ത് നമുക്ക് അതിൻ്റെ ഒരു കോയാക്സിൽ വന്നേക്കുന്ന കോയാക്സിലുണ്ടാവാം, ചിലപ്പോൾ അതൊരു ഇതുപോലെ ഒരു ഒരു അലൂമിനിയം ആയിരിക്കും വന്നേക്കുന്നത്. സോ ആ ഒരു കേബിൾ ആദ്യം കട്ട് ചെയ്ത് ഇതിപ്പോൾ അലൂമിനിയം അങ്ങനെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതൊരു തിരിച്ചു വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുക ആദ്യം തന്നെ. അപ്പോൾ കട്ട് ചെയ്ത് നമ്മൾ BNCയുടെ കാര്യം പറയുകയാണെങ്കിൽ BNC കണക്ടറുകൾ പ്രോപ്പറായിട്ട് തന്നെ ഫിക്സ് ചെയ്തെങ്കിലാണ് നമുക്ക് ആ ഒരു ക്യാമറ കണക്ടിവിറ്റി നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുകയുള്ളൂ. കട്ട് ചെയ്തതിന് ശേഷം BNCയുടെ ക്യാപ്പ് ആദ്യം ഇടുക. ക്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ കണക്ടറിൻ്റെ ഒരു സ്ക്രൂ ഉണ്ടാവും. ആ കണക്ടറിൻ്റെ സ്ക്രൂ അഴിക്കുക. കണക്ടറിൻ്റെ സ്ക്രൂ അഴിച്ചതിന് ശേഷം നമ്മൾ ആ സ്ലീവ് മാറ്റിയെടുത്ത ആ ഒരു നോർമലി കോയാക്സിൽ അതിൻ്റെ ഒരു കമ്പിയായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അലൂമിനിയത്തിൻ്റെ ഒരു പോർഷൻ ആയിരിക്കും. അത് നമ്മൾ ഈ ഒരു BNC കണക്ടറിൻ്റെ ഉള്ളിലോട്ടായിട്ട് വച്ചതിന് ശേഷം അത് ടൈറ്റ് ചെയ്യുക. അത് പ്രോപ്പറായിട്ട് തന്നെ ടൈറ്റ് ചെയ്യുക. എപ്പോഴും ഈ ഒരു BNC കണക്ടർ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ടൈറ്റ് ചെയ്യുന്ന, ഐ മീൻ സ്ക്രൂ ടൈപ്പുള്ള BNC കണക്ടേഴ്സും ഉണ്ട്, ഇല്ലാതെ നമ്മൾ വയർ പിരിച്ചു കൊടുക്കുന്ന ടൈപ്പും ഉണ്ട്. അപ്പോൾ നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഏത് വേണമെങ്കിലും നമുക്ക് ഏതാണ് എളുപ്പം തോന്നുന്നത് അത് വെച്ച് ചെയ്യുക. അതിനുശേഷം ഇതൊരു കണക്ടർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, കട്ടർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ടൈറ്റ് ആവും. അതിനുശേഷം അത് പിരിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ BNC കണക്ടർ സെറ്റായി. അതുപോലെ തന്നെ നമുക്ക് DC കണക്ടറും കൊടുക്കുക. അതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് നമുക്ക് DC കണക്ടറും സെറ്റ് ചെയ്യണം. കാരണം നമുക്കിതാണ് അപ്പുറത്ത് നമുക്ക് പവർ സപ്ലൈ കൊടുക്കാനായിട്ട് ഈ ഒരു DC കണക്ടറിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അതിനകത്തും ഈ ഒരു സ്ക്രൂ അഴിച്ച് പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് അതിനകത്തും സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു DC കണക്ടേഴ്സാണ് കോയാക്സിൽ മോഡലുകളെ, ഐ മീൻ കോയാക്സിൽ DVRകളെ കുറിച്ച് പറയുമ്പോൾ ഇത്തരം കണക്ടേഴ്സാണ് കൂടുതലായിട്ട് കംപ്ലൈൻറ്റുകൾ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കണക്ടേഴ്സ് ഫിക്സ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഇത്തരം കംപ്ലൈൻറ്റുകൾ കുറേയൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടാവും പല സർവീസ് കോളിന് പോകുമ്പോഴും ഈ ഒരു BNC DC കണക്ടറുകൾ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പഠിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ പകുതി പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ല കണക്ടേഴ്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ക്യാമറയിൽ അത് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു BNC കണക്ടർ നമ്മുടെ ക്യാമറയിലുള്ള കണക്ടറായിട്ട് നമ്മളത് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ DC കണക്ടറും ചെയ്യുന്നതാണ് കാണുന്നത്. അതിനുശേഷം ഇതിപ്പോൾ നമ്മൾ വേറെ ക്യാമറ ബോക്സൊന്നുമില്ല, നേരെ ആ ഒരു ജിപ്സം ബോർഡിൽ നമ്മളത് ടൈറ്റ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നോർമലി ക്യാമറ ബോക്സുകൾ ഉപയോഗിക്കാറുണ്ട്, ബോക്സിൻ്റെ മുകളിലും വയ്ക്കാറുണ്ട്. നമ്മൾ ഔട്ട്ഡോറൊക്കെ വയ്ക്കുന്നതാണെങ്കിൽ ബുള്ളറ്റ് ക്യാമറ, ഡോം ക്യാമറ, നമുക്കറിയാം ഇതൊരു ഡോം ക്യാമറയാണ്. ബുള്ളറ്റ് ക്യാമറകളൊക്കെ ഔട്ട്ഡോറിൽ വെക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് വെക്കാം. ഇങ്ങനെ ഔട്ട്ഡോർ ഇൻഡോറൊന്നുമില്ല. അതിനകത്ത് തന്നെ ഇതിനൊരു നമ്മൾ ഈ ഒരു ഇതിൽ വെക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാപ്പ് മേളിലുണ്ടാവും. അപ്പോൾ നമുക്കൊരു ടൈറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഒരു ക്യാമറ കൂടി ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കണക്ടറിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ കണക്ടർ അടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കണക്ടറാണ് ഈ ഒരു ക്യാമറ കോയാക്സിൽ രംഗത്തെ, ഐ മീൻ ഈ ഒരു അനലോഗ് ക്യാമറയിൽ കണക്ടറുകളുടെ പ്രാധാന്യം വളരെ വലുത് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ക്യാമറ നമ്മൾ വെച്ചത് ഇവിടെ സെറ്റായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ഒരു ക്യാമറയുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു.